ഈ കാണുന്നതാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ. ഏകദേശം ഒരു മാസം മുന്നേ തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നൊരു ട്രിപ്പാണ് മുരുടേശ്വരം ടു മൂകാംബിക ട്രിപ്പ്. അതുകൊണ്ട് തന്നെ ഒരു മാസം മുന്നേ തന്നെ ഞങ്ങൾ ട്രെയിനൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് നിന്നും 4:55 എടുക്കുന്ന KCG സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ പോകുന്നത്. ഈ ട്രെയിനിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് മുരുടേശ്വരാണ് വരുന്നത്. അതിൻ്റെ ഒരു സ്റ്റോപ്പ് മുന്നിലായിട്ടാണ് ബൈന്ദൂർ മൂകാംബിക സ്റ്റേഷൻ വരുന്നത്. മൂകാംബിക ടെമ്പിളിലോട്ട് പോകുന്നവർക്ക് ഡയറക്റ്റ് ബൈന്ദൂർ ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് ബസ്സിന് പോവുകയാണ്. 4:55 ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചു. സീമക്ക് പാലൊക്കെ കൊടുത്ത് കഴിയുമ്പോഴേക്കും ട്രെയിൻ എത്തിയിട്ടുണ്ടായിരുന്നു. ട്രെയിൻ കയറി ഉടനെ തന്നെ എല്ലാവരും കിടന്നുറങ്ങി. ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കാണ് ഞങ്ങളെല്ലാവരും എഴുന്നേറ്റത് രാവിലെ. മാംഗ്ലൂർ എത്തിയപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ചായ ഞങ്ങൾ ട്രെയിനിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കഴിക്കാനുള്ളത് ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ ചെയ്തത്. ട്രെയിനിലെ ഫുഡ് ആർക്കും വലിയൊരു താല്പര്യം ഇല്ലായിരുന്നു. ട്രെയിനിൽ ഒട്ടും തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ലപോലെ ഇരുന്ന് ചായയൊക്കെ കുടിക്കാൻ പറ്റി. ഞങ്ങളുടെ കമ്പാർട്ട്മെൻറ്റിൽ ഞങ്ങളുടെ അപ്പുറത്തും ഇപ്പുറത്തായിട്ടുള്ള സീറ്റിലൊന്നും ആരും ഇല്ലായിരുന്നു, എല്ലാം ഒഴിവായിരുന്നു. മൂകാംബിക ടെമ്പിളിലോട്ട് ഡയറക്റ്റ് വരുന്നവർ ഒരു 1:30 ആകുമ്പോൾ നമ്മളിതാ ബൈന്ദൂർ സ്റ്റേഷനിൽ എത്തും കേട്ടോ. ബൈന്ദൂർ കഴിഞ്ഞ് അടുത്തൊരു സ്റ്റോപ്പ് കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ മുരുടേശ്വരം എത്തുക. ഈ ട്രെയിനിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പാണ് മുരുടേശ്വരം. ഒരു 2:30 ആകുമ്പോഴേക്കും ഇതാ ഞങ്ങൾ മുരുടേശ്വരം എത്തി. മുരുടേശ്വർ സ്റ്റേഷനിൽ നിന്നും മുരുടേശ്വര അമ്പലത്തിലേക്ക് 60 രൂപയാണ് ഓട്ടോയ്ക്ക് ചാർജ് വരുന്നത്. നിയർ ബൈ ഒരു 3 കിലോമീറ്ററേ ഉള്ളൂ. ഏകദേശം ഒരു 3 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ മുരുടേശ്വര അമ്പലത്തിൻ്റെ അടുത്തെത്തി. നന്നായിട്ട് വിശക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അമ്പലത്തിൽ പോയിട്ട് ഫുഡ് കഴിക്കാനുള്ളൊരു ക്ഷമ ഉണ്ടായിരുന്നില്ല. അമ്പലത്തിന് നേരെ ഫ്രണ്ടിലുള്ള ഹോട്ടൽ കമ്മത്തിൽ കയറിയിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുകയാണ്. ഇനി ഞാൻ കുറച്ച് മുരുടേശ്വരത്തിൻ്റെ ഹിസ്റ്ററി പറയാം. കർണാടകയിലെ ഉത്തര കന്നഡയിലാണ് ഈ ടെമ്പിൾ ഉള്ളത്.
അറേബ്യൻ കടലിന് സമീപമുള്ള കന്തുകഗിരി എന്നറിയപ്പെടുന്ന ചെറിയൊരു കുന്നിൻ്റെ മുകളിലായിട്ടാണ് ഈ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. 123 അടി ഉയരമുള്ള ലോകത്തിലെ തന്നെ ഉയരമേറിയ ശിവരൂപങ്ങളിൽ 2ാം സ്ഥാനമായിട്ടുള്ള ശിവരൂപം ഇവിടെയാണുള്ളത്. ശിവനാണ് ഇവിടുത്തെ മുഖ്യപ്രതിഷ്ഠ. ഏകദേശം 3 പതിറ്റാണ്ട് മുൻപ് ആർ.എൻ. ഷെഡ്ഡി എന്ന ധനികനായ ഒരു വ്യവസായിയാണ് മുരുടേശ്വരത്തിന് ഒരു പുതുയുഗം നൽകിയത്. പ്രദേശവാസിയും ക്ഷേത്രവുമായി മുൻപ് തന്നെ ആത്മബന്ധമുണ്ടായിരുന്ന ആളും നിർമ്മാണ രംഗത്തെ പ്രമുഖനുമായിരുന്നു ആർ.എൻ. ഷെഡ്ഡി. ക്ഷയോന്മുഖമായിക്കൊണ്ടിരിക്കുന്ന ഈ ക്ഷേത്രം 1977 ഇദ്ദേഹം പുനരുദ്ധരിച്ചു. ഈ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ തന്നെ 20 നിലയുള്ള ഒരു രാജഗോപുരമാണുള്ളത്. ഈ രാജഗോപുരത്തിന്റെ 18ാം നില വരെ നമുക്ക് ലിഫ്റ്റിൽ പോകാവുന്നതാണ്. ലിഫ്റ്റിൽ ചാർജ് ഒരാൾക്ക് 20 രൂപയാണ് വരുന്നത്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 10 രൂപയുമാണ് ടിക്കറ്റ് വരുന്നത്. ഈ ടെമ്പിളിൽ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു വ്യൂ നിങ്ങൾ മിസ് ചെയ്യരുത്. അറേബ്യൻ കടലിനാൽ ചുറ്റപ്പെട്ടതാണ് മുരുടേശ്വര ക്ഷേത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചുറ്റുപാട് നമുക്ക് കടലാണ് കാണാൻ സാധിക്കുക. ഞങ്ങൾ പോയ സീസണും ഒരു റെയിനി സീസണാണ്. അതുകൊണ്ട് തന്നെ കടലിൻ്റെ ഒരു കറക്റ്റ് ഭംഗി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ടോപ്പിൽ നിന്നും അമ്പലത്തിൻ്റെ ഫുൾ വ്യൂ നമുക്ക് കാണാൻ പറ്റും. അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു അമ്പലത്തിൽ. അതുപോലെ തന്നെ ഫോൺ അധികം റെസ്ട്രിക്റ്റഡ് അല്ല. അമ്പലത്തിന് ഉള്ളിലോട്ട് മാത്രമേ ഫോൺ കൊണ്ടുപോകാൻ പാടില്ലാത്തതുള്ളൂ. ബാക്കി നമുക്ക് അതിൻ്റെ ഉള്ളിലും ചുറ്റമ്പലത്തിനുള്ളിലൊക്കെ നമുക്ക് ഫോൺ കയറ്റാം. അവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊന്നും വരുന്നില്ല. അമ്പലം താഴെയായിട്ടാണുള്ളത്. ശിവ സ്റ്റാറ്റ്യൂ കാണണമെങ്കിൽ നമ്മൾ കുറച്ച് മുകളിലോട്ട് കയറി പോകണം. ഞങ്ങൾ പോയ സമയത്ത് എന്തോ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കായതുകൊണ്ടാണ് ശിവൻ കംപ്ലീറ്റ് ഇങ്ങനെ കവറായിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പുറത്ത് തന്നെ വലിയൊരു നന്ദിയുടെ പ്രതിമയൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ശിവ സ്റ്റാറ്റ്യൂവിൻ്റെ അടിയിലായിട്ട് ഒരു ഗുഹ വരുന്നുണ്ട് കേട്ടോ. ഒരു കേവ് പോലെയാണ്. അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട്. ഈ കേവിനുള്ളിൽ മുരുടേശ്വരം ക്ഷേത്രം എങ്ങനെയാണ് വന്നത് എന്നതാണ് പറയുന്നത്. അമരത്വം നേടാൻ വേണ്ടി ലങ്കേശ്വരനായ രാവണൻ ആഗ്രഹിച്ചിരുന്നത്രേ. ദേവഗണങ്ങൾക്ക് ഇത് സാധ്യമാക്കുന്നത് ശൈവപ്രതീകമായ ആത്മലിംഗത്തെ പൂജിക്കുന്നത് കൊണ്ടാണെന്ന് മനസ്സിലാക്കിയ രാവണൻ ആത്മലിംഗത്തിനായി തപസ് ആരംഭിച്ചു. വരമായി ആത്മലിംഗം ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഭഗവാൻ ശിവൻ രാവണന് ഒരു നിർദ്ദേശം കൂടി നൽകിയിരുന്നു. അത് ലങ്കയിലല്ലാതെ വേറെ എവിടെയും സ്ഥാപിക്കരുതെന്ന്. സംഭവം അറിഞ്ഞ നാരദമുനി സഹായത്തിനായി ഗണപതിയുടെയും മഹാവിഷ്ണുവിൻ്റെയും സഹായം തേടി. സൂര്യാസ്തമനത്തോടനുബന്ധിച്ചിട്ടുള്ള പൂജാകർമ്മങ്ങളിൽ വളരെ നിഷ്ഠ പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു രാവണൻ എന്ന് മനസ്സിലാക്കിയ ഗണപതി ആത്മലിംഗം വീണ്ടെടുക്കാൻ ഒരു ഉപായം കണ്ടെത്തി. ആത്മലിംഗം കൈകളിൽ വഹിച്ചുകൊണ്ട് രാവണൻ ഗോകർണത്തിലെത്തിയപ്പോൾ മഹാവിഷ്ണു സൂര്യനെ മറച്ചു. അസ്തമയമായെന്ന് തെറ്റിദ്ധരിച്ച രാവണൻ ആത്മലിംഗം കൈകളിൽ വെച്ചുകൊണ്ട് തന്നെ പൂജകൾ നടത്താൻ കഴിയാതെ വിഷണ്ണനായി. ഈ അവസരത്തിൽ ഗണപതി ഒരു ബാലന്റെ രൂപത്തിലെത്തി വിശ്വസ്തനായി തോന്നിയ ബാലനോട് താൻ വരുന്നതുവരെ നിലത്ത് വയ്ക്കാതെ ആത്മലിംഗം കൈവശം വെക്കണമെന്ന് രാവണൻ പറഞ്ഞു. പൂജകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഹാവിഷ്ണു സൂര്യനെ മറച്ചത് മാറ്റുകയും പകൽ വെളിച്ചം വരികയും ചെയ്തു. അബദ്ധം മനസ്സിലാക്കിയ രാവണൻ പരിഭ്രാന്തനായി തിരിച്ചെത്തിയപ്പോഴേക്കും ഗണപതി ആത്മലിംഗം നിലത്ത് വെച്ചു കഴിഞ്ഞിരുന്നു. കോപാകുലനായ രാവണൻ ആത്മലിംഗം നിലത്തെറിയുകയും ആത്മലിംഗം പല ഖണ്ഡങ്ങളായി മാറുകയും ചെയ്തു. ഈ ആത്മലിംഗത്തിൻ്റെ മുകൾ ഭാഗം സുരക്കൽ എന്ന ഭാഗത്തും ആവരണം കന്തുകഗിരിയിലും പതിച്ചു. ഈ ആത്മലിംഗത്തിൻ്റെ ആവരണം പതിച്ചു വീണ കന്തുകഗിരിയിലാണ് മുരുടേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെയാണ് മുരുടേശ്വര ക്ഷേത്രം നിലവിൽ വന്നതെന്നാണ് അറിയപ്പെടുന്നത്.
ഏകദേശം ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ തിരിച്ചിറങ്ങി. അമ്പലത്തിൽ നിന്ന് കുറച്ചൊരു ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ ബസ് സ്റ്റാൻഡ് ഉണ്ടായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.